8-10 ദിവസം മുമ്പേ വന്നു. ആദ്യത്തെ ഇവിടെ വരികയായിരുന്നു. ഇവിടെ നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞു ഇതാണ് പ്രോബ്ലം. ഞാൻ അന്ന് ഡൽഹി പോയി അവരെല്ലാം ഇരുത്തി അതിന്റെ പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് തമിഴ്നാട്. അവിടെ കാണുന്നുണ്ടോ ബീച്ച്? സംസാരിക്കരുത്. ഇവിടെല്ലാം ബീച്ചുണ്ട്. ഇതാണ് നമ്മുടെ കൊഴിയൂരും. ഇവിടെ എന്താ വ്യത്യാസം? അവിടെ തീരമുണ്ട്, ഇവിടെ തീരമില്ല. അത് ചീര എന്തുകൊണ്ട്? അതെ. അപ്പൊ അതിന്റെ ഇംഗ്ലീഷിൽ ഗ്രോയിൻ എന്ന് പറയും. ഗ്രോയിൻ. ഇതിന്റെ ഇഫക്ട് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഗ്രോയിൻ ഇട്ടാ ആ വള്ളത്തിന്റെ ഇന്റൻസിറ്റി ഇവിടെ വരും. ഇവിടെ ഇട്ടാ ഇവിടെ ഇട്ടാ ഇത്. അപ്പൊ ഇതെല്ലാം ഇവര് ചെയ്തു കഴിഞ്ഞിട്ട് കടലിന്റെ ഇതെല്ലാം വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ ഇത് ചെയ്ത കാരണമാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല 5-6-7 കൊല്ലം. ഇവിടെ വരാൻ പോകുന്നത് ഇവിടെ ആദ്യം അടുത്ത ഒരു 6 മാസം 3-6 മാസത്തിൽ ഇവിടെ 3 വരും. ഇതങ്ങ് പ്രൊട്ടക്ട് ആവും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിപ്പോ ചെയ്താൽ ഇതിന്റെ ഇഫക്റ്റ് ഇവിടെ ആയിരിക്കും. അപ്പൊ അതിനെയും സംരക്ഷിക്കാൻ ഇവിടെ ഒരു ലോങ് ടേം പ്ലാൻ ഒക്കെ ഉണ്ടാക്കാം. അപ്പോ ഇങ്ങനെ തന്നെ ഇവിടെ എല്ലാം ചെയ്ത് അതിന് നടുവിലൊരു ഹാർബർ വരും. മനസ്സിലായി? ഇതാണിപ്പോ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോ 5-6-7 കൊല്ലമായിട്ട് ഇവര് ചെയ്യുമ്പോൾ ഇതിന്റെ ഇഫക്റ്റ് ഇവിടെ വന്ന് ഇതാണിപ്പോ കടലാക്രമണം വരുന്നത്. ഇവിടെ ആരും ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഞാനാണ് 8 ദിവസം മുമ്പ് വന്ന് നിങ്ങളെല്ലാം മീറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു ഇത് ആരും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്നോട് ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു പരിഹാരം എടുക്കുന്നുണ്ട്. നമ്മൾ നടക്കാം.